ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഇടിയൻ ചക്ക മുരിങ്ങക്കായ പിന്നെ ഇരുമ്പമ്പുളി പരിപ്പ് അതൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി കറി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഇടിയൻ ചക്കയുടെ സമയമാകുമ്പോൾ ഞങ്ങളിവിടെ പലതരത്തിലും ഇടിയൻ ചക്ക കൊണ്ട് കറികൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിനാവശ്യമായ പരിപ്പ് ഇതാ വെള്ളത്തിലിട്ട് കുതിർത്തി കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇരുമ്പമ്പുളി അത് ഇനി ഒന്ന് നീളത്തിൽ നുറുക്കി കൊണ്ടുവരണം കേട്ടോ. ഇടിയൻ ചക്ക അത് അപ്പോഴേക്കും ചെറുതാക്കി അരിഞ്ഞു കൊണ്ട് വയ്ക്കണം. ഇടിയൻ ചക്ക അതായത് ഇതേപോലെ ചെറുതാക്കി അരിയണം കേട്ടോ. ഇടിയൻ ചക്ക നമ്മുടെ ശരീരത്തിലൊക്കെ മിക്ക ദിവസവും കൂട്ടണത് നല്ലതാണ്. തോരനോ അല്ലെങ്കിൽ കറിയോ ഉപ്പേരികളോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇടിയൻ ചക്ക കിട്ടുന്ന സമയത്ത് അങ്ങനെ വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതാ ഇരുമ്പമ്പുളിയും മുരിങ്ങക്കായും നുറുക്കി കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് പരിപ്പ് വേവിച്ചെടുക്കണം കേട്ടോ. അതിലേക്ക് അരച്ച് ചേർക്കാനായിട്ട് പിന്നെ വേണ്ടത് ഒരു ചെറിയ മുറി തേങ്ങ, പിന്നെ ഒരു 1/2 ടീസ്പൂണ് ജീരകം, പരിപ്പ് വേവിച്ചു കേട്ടോ. പരിപ്പ് വേവിച്ചതിലേക്ക് ഇടിയൻ ചക്ക ആദ്യമായിട്ട് വേവിക്കണം കേട്ടോ. കുറച്ച് അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക, ഉപ്പിട്ട് കൊടുക്കുക. എന്താ വെച്ചാൽ ഇടിയൻ ചക്കയ്ക്ക് ഇത്തിരി കുറച്ച് കൂടുതൽ വേവുണ്ട്. അത് കാരണം കൊണ്ടാണ് കേട്ടോ ഇടിയൻ ചക്ക ആദ്യമായിട്ട് വേവിക്കണത്. അല്ലെങ്കിൽ 2 വിസിലടുപ്പിച്ചെടുത്താലും മതിയായിരുന്നു. ഇവിടെ അങ്ങനെ ചെയ്തില്ല, അടപ്പത്തിട്ട് വേവിക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒരു 10 മിനിറ്റ് നേരം ഇത് വേവിക്കാനും വെക്കാം കേട്ടോ. അത് കഴിഞ്ഞ് 10 മിനിറ്റ് നേരം കഴിഞ്ഞ് ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് മുരിങ്ങക്കായും ഇരുമ്പമ്പുളിയും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇരുമ്പമ്പുളിയൊക്കെ സമയം കഴിയുന്നതിന് മുമ്പ്, ഇടിയൻ ചക്കയുടെയും സമയം കഴിയുന്നതിന് മുമ്പ് എല്ലാവരും ഇതുപോലെ ഒന്ന് കറി വെച്ച് നോക്കിയോളൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്. അതിലേക്ക് ഇനി തേങ്ങ അരച്ചത് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. ഇടിയൻ ചക്കയും ഇരുമ്പമ്പുളിയും മുരിങ്ങക്കായും ഒക്കെ നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് വറുത്തിടാനുള്ളത് എടുക്കാം. കടുക്, ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില ഇത്രയും സാധനങ്ങളൊക്കെ അതിലേക്ക് വറുത്തിടണം കേട്ടോ. 5 മിനിറ്റ് നേരം നാളികേരം അരച്ചത് ജീരകവും കൂട്ടി അരച്ചത് ഒന്ന് ഒഴിച്ച് തിളയ്ക്കണം കേട്ടോ. അത് കറിയിലേക്ക് ഒഴിക്കാം കേട്ടോ. അപ്പോൾ കറി റെഡിയായി കേട്ടോ. ഇടിയൻ ചക്ക, ഇരുമ്പമ്പുളി, മുരിങ്ങക്കായ പരിപ്പ് ചേർത്ത് വെച്ചതാണ് കേട്ടോ, തേങ്ങയൊക്കെ അരച്ചൊഴിച്ച്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം കേട്ടോ.